ഗൈസ്, എല്ലാവർക്കും വീണ്ടും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം. ഇന്നാണെങ്കിൽ വീട്ടിൽ നിറയെ ആൾക്കാരുണ്ട്. വേറൊന്നുമല്ല, അമ്പലത്തിൽ നിന്ന് ഉത്സവമാണ്. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ ചേച്ചി ആദ്യമേ താണ്ടി ഈ ഓടിപ്പോകുന്നത് എങ്ങോട്ടാണെന്നറിയാവോ? വേറെ ഒന്നുമല്ല, മറങ്ങാണ്ടി വെച്ചാൻ വേണ്ടിയാണ്. അപ്പം ഇതിങ്ങനെ ആക്ച്വലി ഈ ഒരു മരം എന്ന് വെച്ചാൽ കാറ്റടിച്ച് ഇങ്ങനെ വീണ് കിടക്കുവാണ്. എന്നിട്ട് പോലും അവിടെ നിന്ന് അത് കിളിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ചേച്ചി പറഞ്ഞ് കണ്ടപ്പോഴേ ഓടി വന്നായിരുന്നു ഇത് പിടിച്ച് തിന്നണം, ഭയങ്കര നൊസ്റ്റാൾജിയ എന്നൊക്കെ പറഞ്ഞ്. അവിടെ ഇതൊന്നും കിട്ടാനില്ല. അപ്പോൾ പറങ്ങാമരമൊന്നും അവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർക്കിത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. പണ്ട് നമ്മൾ പിച്ച് തിന്ന കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നതുകൊണ്ട് തന്നെ അത് വന്നപ്പോഴേ ഒരു കവർ, താഴെ ഏതോ ഒരു കവർ കിടക്കുന്നു, പെട്ടെന്ന് തന്നെ പോയി പിച്ചാണ്. അങ്ങനെ കുറേ പേര് ചേട്ടനൊക്കെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോൾ ഞാനും വന്നാൽ പിന്നെ വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഇവരിത് കൊണ്ടുപോവാണ് കേട്ടോ. ഇവിടെ വെച്ച് കഴിക്കുന്നില്ല, വീട്ടിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് കുറേ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ അതിൻ്റെ കുറച്ച് വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തു. നല്ല ബഹളമുണ്ട്, കാരണം ഇവിടെ ഭയങ്കര ചിലപ്പാണ്. എല്ലാവരും കൂടെ കൂടിയപ്പം ഭയങ്കര അലപ്പും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ അതിന് തൊട്ടടുത്ത് തന്നെ വേറൊരു പറങ്ങാവ് നിൽപ്പുണ്ടായിരുന്നു. അവിടെ ആണെങ്കിലോ നല്ലോണം പഴുത്ത് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2-3 എണ്ണം അവന്മാരും പിന്നെ അമ്മ ഒരെണ്ണം പിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ മാമി പിച്ചിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ അത് കിളികളൊന്നും കൊത്തിയിട്ടില്ലായിരുന്നു, നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്ന സാധനമൊക്കെ തന്നെ ആയിരുന്നു. അപ്പം അവിടെ കണ്ട ചേട്ടനാണ് വീഡിയോ എടുക്കുന്നുണ്ട്. കാരണം മാമി അത് കഴുകുന്നൊന്നുമില്ല അപ്പം തന്നെ, കാരണം നമുക്ക് കാണുമ്പോഴേ അറിയാൻ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുമായിരുന്നു. കാരണം മറ്റു കിളികളൊന്നും കഴിക്കാത്തതുകൊണ്ട് അവിടെയൊക്കെ നിൽക്കുന്നത് ഒരു കിളി പോലും കുത്തിയിട്ടില്ല. അമ്മ അവിടെ നിന്ന് കാണിക്കുന്നുണ്ടുള്ളൂ ഗൈസ്, അവിടെ നിന്ന് എല്ലാവരും ചിരിക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ, ഞാൻ പറഞ്ഞില്ല മരം നാട് താഴെ വീണിന് കാറ്റടിച്ച് വന്ന് താഴെ കിടക്കും. പക്ഷേ അത് വേറെ അതിനുള്ളിൽ തന്നെ ഉണ്ടായതുകൊണ്ട് തന്നെ അമ്മ അവിടെ പിച്ച് തിന്നിട്ട് കഴിക്കുന്ന പോലെ കാണിക്കുന്നത്. ഞങ്ങൾ ചേട്ടൻ അത് കാണിക്കാൻ വേണ്ടി വീഡിയോ എടുക്കുന്നുണ്ട്. കാരണം ഞങ്ങളുടെ ചേച്ചി എത്തി വലിഞ്ഞ് ആ ലാസ്റ്റ് ഉള്ളത് എത്തി വലിഞ്ഞ്. അപ്പോൾ അമ്മ പറഞ്ഞിട്ട് ചെറുതടി പൊട്ടാടി അത് പിച്ചല്ലേ എന്ന് പറഞ്ഞിട്ട് അതുപോലും മൈൻഡ് ചെയ്യാതെ വീണ്ടും പിച്ച്. അതിനപ്പുറത്ത് നിന്ന് പിന്നെ വളഞ്ഞതായിരുന്നു. പിന്നെ അവിടെ പുളി കഴിക്കുന്നുണ്ട്. അതാണ് ഉണ്ണിക്കുട്ടൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പാവയ്ക്കൊക്കെ നോക്കാൻ ചേച്ചി വന്നായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ നിറയെ മാങ്ങ, ഞാൻ ഓൾറെഡി ഈ മാങ്ങ വെച്ച് തിരുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നെയാണ് നമ്മൾ വീണ്ടും വന്നേക്കുന്നത്. പിന്നെ ഇവിടെ കുറേ പഴുത്ത മാങ്ങ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി സൂം ചെയ്ത് നോക്കി, പക്ഷേ ഇല്ല, പച്ചമാങ്ങ മാത്രമേ ഉള്ളൂ. പഴുത്തത് എന്തായാലും രാവിലെ ഒരു മാങ്ങ എന്തായാലും കിട്ടും. പക്ഷേ അവിടെയൊക്കെ നമ്മൾ തിരഞ്ഞ് നോക്കിയിട്ട് പഴുത്ത മാങ്ങ ഒന്നും കാണാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ ഒരെണ്ണം പിച്ചി, അത് പിന്നെ നമ്മളെല്ലാവരും കൂടെ നിന്ന് അരിഞ്ഞ് ഉപ്പുമുളകൊക്കെ വെച്ച് കവറിനകത്തിട്ട്, പിന്നെ കല്ലിലിട്ട് ഇടിക്കാൻ കല്ലില്ല, അതുകൊണ്ട് കുഴവി അമ്മ അവിടെ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. പിന്നെ കുഴവി ഇട്ടായിരുന്നു നമ്മൾ ഇത് ഇടിച്ചത്. ഒരാൾ അടുത്തിരുന്ന് എനിക്ക് വോയിസ് തരുന്നുണ്ട് കേട്ടോ ഗൈസ്. അതിൽ കുറച്ച് ഉപ്പുമുളക് ഇട്ട് കുഴവി എടുത്തുകൊണ്ട് വന്നു. ആയുധം എവിടെ? ആയുധം ഇതുവരെ വന്നില്ലേ? അവിടെ അടുത്തുനിന്ന് ഒരാൾ വീഡിയോ പിടിക്കുന്നുണ്ട്, കണ്ണൊക്കെ അടച്ചു വെക്കുന്നുണ്ട് അടുത്ത ആൾ. ഫാൻ കാരണം തെറിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ചേച്ചി അതിനെ നല്ലപോലെ ഇടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ച് പേസ്റ്റ് പോലെ ആക്കി തിരിച്ച് മറിച്ച് വിട്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ആക്ച്വലി ഒരു 3 എണ്ണമാണ് പിച്ചത്. ആദ്യമേ ഞങ്ങൾ ഒരെണ്ണം പിച്ചിട്ട് ഞങ്ങൾ ഇടിച്ച് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ച്. കാരണം ഞങ്ങൾ ഇങ്ങനെ ഇടിച്ചൊന്നും ഇതുവരെ നമ്മൾ കഴിച്ചിട്ടില്ലായിരുന്നല്ലോ. ഇല്ല. പിന്നെ ലാസ്റ്റ് കവർ വരെ പൊട്ടി പുറത്തേക്ക് തെറിച്ചു. ഇവിടെ ഒരാളുടെ വായിൽ വീഡിയോ എടുക്കുന്നെങ്കിലും വെള്ളം ഊറുന്നുണ്ട് കേട്ടോ. പക്ഷെ പുറത്ത് കാണിച്ചില്ല ഞാൻ. പക്ഷേ ആ വ്യക്തി കാണാതെ ആ വീഡിയോ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ആ വ്യക്തി കാണുമായിരിക്കും അല്ലേടാ. അവസാനം ഇടിച്ച് പേസ്റ്റ് പോലെ ആക്കിയ മാങ്ങ പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലൊരു പീസ് തെറിച്ച് പോയപ്പോൾ ഞാൻ കഴിക്കുന്ന ഒരു വീഡിയോ ഞാൻ എടുത്തായിരുന്നു. അതാണ്ട് ഇടയ്ക്കൂടെ ഒരാൾ എടുത്താണ്ട് എക്സ്പ്രഷൻ, രൗദ്രം ഭാവം, എന്തൊരു ഭാവം ഇത് ഇതുവരെ കണ്ടുപിടിച്ച ജഗതി കണ്ടുപിടിക്കാത്ത തുറക്കുന്ന നേരം ആകുമ്പോഴത്തേക്ക് എല്ലാവരുടെയും കൈ ഓരോന്ന് വരാനായിട്ട് വന്നായിരുന്നു കേട്ടോ. പിന്നീട് അച്ചാറിട്ട പോലെ ഇരിപ്പുണ്ടായിരുന്നു. കഴിച്ചപ്പോഴും അതുപോലെ തന്നെ ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ്. എല്ലാവരുടെയും ഇവിടെ പൊളിച്ച് തന്ന ഒരാളുടെ മുഖത്തേക്ക് ഇപ്പം പുഞ്ചിരി വരുന്നുണ്ട് ഗൈസ്. പല പല ഭാവങ്ങളായിരുന്നു പിന്നെ ഞാൻ എൻ്റെ കൺമുന്നിൽ കൂടെ മറഞ്ഞു പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ, ഇത്രയും പ്രതീക്ഷയില്ലായിരുന്നു. അവിടെ ഒരാൾ തെറിയുന്നുണ്ട്. അങ്ങനെ നമ്മളതും കഴിച്ചു.
ഭയങ്കര ചിലപ്പോൾ വോയിസ് കൊടുക്കാൻ വേണ്ടി ഈ നാട്ടുകാർ സമ്മതിക്കത്തില്ല, ചില വീട്ടുകാർ സമ്മതിക്കത്തില്ല. അങ്ങനെ ഞങ്ങളുടെ അമ്മ ഇവിടെ നിന്ന് ആരും നോക്കുന്നുണ്ട്. പിന്നെ അവസാനം നമ്മൾ മിഠായി വാങ്ങിച്ചായിരുന്നു. ഇതെന്തുകൊണ്ട് പേര് മിൽക്കി മേഡാ. എന്തായാലും സംഭവം കൊള്ളായിരുന്നു. അങ്ങനെ പിന്നെ അതെല്ലാവർക്കും കൊണ്ട് കൊടുത്തു. എല്ലാവരും ക്ഷീണമായിപ്പോയി. എല്ലാവർക്കും ഫുഡും കഴിച്ച് മാങ്ങയും കഴിച്ച് വന്നപ്പോഴത്തേക്കും എല്ലാവരും ഓരോ സൈഡിൽ ഓരോ മൂല പിടിക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കും എല്ലാവരുടെയും കയ്യിലേക്ക് ഞാൻ ദാണ്ട് ഇത് കൊണ്ട് കൊടുത്തു. ഞങ്ങളുടെ അമ്മ ദാണ്ട് ആഞ്ഞ് പിടിക്കുന്നുണ്ട്. അതിന് ശേഷം ഞങ്ങളുടെ ചേച്ചി ചേട്ടനോട് അവിടെ നിന്ന് വള്ളത്തിൽ പോകുന്നു.